പ്രിയ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ മീഡിയ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് പ്രിന്റ് മീഡിയ ആയാലും കൊള്ളാം, വിഷ്വൽ മീഡിയ ആയാലും കൊള്ളാം, അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ജേക്കബ് തോമസ് IPS. ചില വിഷ്വൽ മീഡിയയിൽ ചില മാന്യദേഹങ്ങൾ ഘോരഘോരം അദ്ദേഹത്തെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 2 കൊമ്പും പുറകിലൊരു വാലും ഉണ്ട് എന്ന് പറയാത്തത് ഭാഗ്യം. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്രമാത്രം പബ്ലിസിറ്റി ഈ വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഏതാണ്ട് 3 വർഷത്തോളം അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു വലിയ ദൌത്യം നിർവഹിക്കുവാൻ ഉള്ള അവസരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. 2010 അദ്ദേഹം ഡയറക്ടർ ഓഫ് പോർട്സ് ആയിട്ട് ചാർജ് എടുക്കുമ്പോൾ കേരള പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു വെള്ളാനയായിരുന്നു. ഏതാണ്ട് 30 വർഷത്തോളം എനിക്ക് പരിചയമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. നാഥനില്ലാതെ കിടന്ന ഒരു കളരി പോലെ അദ്ദേഹം ആ ഡിപ്പാർട്ട്മെന്റിനെ കംപ്ലീറ്റ് റിവാമ്പ് ചെയ്തു. ആദ്യമായി അദ്ദേഹം ചെയ്ത കേരളത്തിൽ ഏതാണ്ട് 17ഓളം മൈനർ പോർട്ടുകളുണ്ട്. ഈ പോർട്ടുകളിലെല്ലാം ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ലാൻഡായിട്ടുണ്ട്. ഈ ലാൻഡൊക്കെ ലാൻഡ് മാഫിയ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം അവരെല്ലാം ഓടിച്ചു. പിന്നീട് ഈ പോർട്ട് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള കനാൽസിനകത്തുള്ള മണലുകൾ ഡ്രെഡ്ജ് ചെയ്ത് കളയണം. ആ ഡ്രെഡ്ജ് ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതെല്ലാം മണൽ മാഫിയ ആയിരുന്നു. അവരെ ആ പരിസരത്തോട്ട് പിന്നെ കയറ്റിയിട്ടില്ല എന്ന് മാത്രവുമല്ല, അതിൽ നിന്ന് മണൽ വാരുവാൻ തൊഴിലാളികൾക്ക് ലൈസൻസ് കൊടുത്തു. അങ്ങനെ അത് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊഴിലാളികൾക്ക് കൈനിറയെ കാശും കിട്ടി, ഗവൺമെന്റ് അതിൽ കൂടുതലും കാശ് കിട്ടി. കേരളത്തിൽ 3000-ലധികം ബോട്ടുകൾ, അതിൽ നല്ല ബഹുഭൂരിപക്ഷം ഹൌസ് ബോട്ടുകൾ, ഒരു ലക്കും ലഗാനുമായിട്ട് ഇല്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനെ മുഴുവൻ കേരള ഇൻലൻഡ് വെസൽസ് റൂൾസ് 2010 എന്ന പുതിയ റൂളിന്റെ കീഴിൽ കൊണ്ടുവരുന്നത് ഒരു ചെറിയ പ്രയത്നമല്ല. പക്ഷെ അതിൽ നിന്നും ഇഷ്ടംപോലെ റവന്യൂ വന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ഈ ബോട്ടുകളെല്ലാം ഓടിക്കുന്ന വ്യക്തികൾക്ക് ലൈസൻസ് ഇല്ലാത്തവരായിരുന്നു. അവർക്കെല്ലാം പ്രത്യേക ക്ലാസുകൾ കൊടുത്ത് ലൈസൻസ് കൊടുത്ത് അവരെ ലീഗലൈസ് ചെയ്തു. അങ്ങനെ റവന്യൂ അദ്ദേഹം സ്വയമായി ഉണ്ടാക്കി ഈ റിസോഴ്സസിൽ നിന്ന്. എന്നിട്ടാണ് അദ്ദേഹം ഇവിടെ ഓഫീസുകൾ മോഡേണൈസ് ചെയ്തത്. ഉദ്യോഗസ്ഥർക്ക് കയറിയിരിക്കാൻ പോലും ഉള്ള കസേര പോലും ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതെല്ലാം മോഡേണൈസ് ചെയ്തു. സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി സോളാർ എനർജി കൊണ്ട് ലൈറ്റുകൾ കത്തിച്ചു, കമ്പ്യൂട്ടറൈസ് ചെയ്തു. ഇതൊക്കെയാണ് വലിയ ആനക്കാര്യമായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്ത് കൊടുത്തത് പ്രൈവറ്റ് കക്ഷികൾക്കൊന്നുമല്ല, അദ്ദേഹം ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കാണ് സബ് കോൺട്രാക്ട് കൊടുത്തത്. സർവോപരി അദ്ദേഹം ഈ കേരള പോർട്ട് ഡിപ്പാർട്ട്മെന്റിനെ കറപ്ഷൻ ഫ്രീ ആക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊക്കെ വെറും ചീള് കേസുകളാണ്. അദ്ദേഹത്തിന്റെ മേജർ വിഷൻ എന്ന് പറയുന്നത്, നമുക്ക് ദൈവം കഞ്ഞി തന്നിട്ടുള്ള 590 കിലോമീറ്റർ നീളമുള്ള കോസ്റ്റൽ ബെൽറ്റ്, 17 പോർട്ടുകളും ഉണ്ട് അതിനകത്ത്. അതിനെ മുഴുവൻ ലിങ്ക് ചെയ്തിട്ടുള്ള കോസ്റ്റൽ നാവിഗേഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിലെ ഇടുങ്ങിയ റോഡുകളിൽ കൂടി പോകുന്ന ചരക്ക് ഗതാഗതം, എസ്പെഷ്യലി ദിസ് കണ്ടെയ്നർ ലോറീസ്, അവ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടും അപകടങ്ങളും ചില്ലറയൊന്നുമല്ല. അത് മുഴുവൻ കോസ്റ്റൽ നാവിഗേഷനിൽ കൂടി പോയാൽ എങ്ങനെയിരിക്കും? കേരളത്തിലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എവിടെ ചെന്നിരിക്കും? അതിനുള്ള സ്റ്റെപ്പാണ് അദ്ദേഹം തുടങ്ങിയത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു കപ്പൽ വാങ്ങിക്കുക വരെ ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഈ മാരിടൈം ഏരിയയിൽ പല ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. അതെല്ലാം പലതും നാല് വഴിക്കായിട്ടിരിക്കുന്നതാണ്. ഇതിനെയെല്ലാം ഒരു അംബ്രല്ലയുടെ കീഴെ കൊണ്ടുവന്ന് അതിനെയെല്ലാം ക്രോഡീകരിക്കുക എന്നുള്ള മറ്റൊരു പ്രോജക്റ്റും അദ്ദേഹം ഏറ്റെടുത്തതാണ്. ഇനി മൂന്നാമത്തെ മേജർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉൾനാടൻ ജലാശയങ്ങൾ കാണുന്ന പൊല്യൂഷൻ, എസ്പെഷ്യലി ഈ ബോട്ടുകൾ, ഹൌസ് ബോട്ടുകളിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ, അതിനും ഒരു പ്രതിവിധി കാണാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ എടുത്ത് ഫുട്ബോൾ തട്ടുന്ന പോലെ എടുത്ത് പല സ്ഥലങ്ങളിലേക്കും തട്ടിയത്. അതിനുശേഷം പിന്നെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തോട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ജേക്കബ് തോമസ് സാറിന് ഇത്രയൊക്കെ ചെയ്യാൻ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഈ മീഡിയയും ആൾക്കാരും ഒക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിന് കൊമ്പും വാലും ഒന്നും ഉണ്ടായിട്ടല്ല.
അദ്ദേഹം ഞാൻ ആര് എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ്. അഹം എന്താണെന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ്. അഹമഹം എന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ലത ഏകമാകും. അകലും അഹന്ത അനേകമാകയാലി തുകയിലഹം പൊരുളും തുടർന്നിടുന്നു. എന്നിലിരിക്കുന്ന അഹം ഞാൻ ആരാണ് എന്ന് കണ്ടെത്തുന്ന വ്യക്തികൾക്ക്, അത് ആരായുന്നവർക്കേ കിട്ടത്തുള്ളൂ. അതായത് തിരക്കി ചെല്ലുന്നവർക്ക് ഞാൻ ആരാണ് എന്ന് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ മനസ്സിലായ വ്യക്തികൾക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാവും, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന അഹം ഒന്ന് തന്നെയാണെന്നുള്ളത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും കറപ്റ്റഡ് ആകാൻ സാധിക്കില്ല. എന്ന് മാത്രവുമല്ല, അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ കറപ്ഷനെതിരെ ഫൈറ്റ് ചെയ്യുവാനുള്ള ആർജവും ഉണ്ടാവുകയുള്ളൂ. കൊച്ചിയുടെ മുഖഛായ മാറ്റുവാൻ ഒരേ ഒരു മെട്രോ ശ്രീധരനെ സാധിക്കുകയുള്ളൂ. അതുപോലെ കേരളത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ശരിയാക്കിയെടുക്കുവാൻ ഒരു ജേക്കബ് തോമസിനെ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് കറപ്ഷൻ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല. വിജിലൻസ് എന്ന് പറയുന്ന ബ്രേക്കാണല്ലോ. ഈ ആക്സിലറേറ്ററിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കാർ മുന്നോട്ട് കൊടുത്തുള്ളൂ. അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ചുമതല കൂടിയാണ് കൊടുക്കേണ്ടത്. ഒരു 3 വർഷം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, അദ്ദേഹം കഥ എഴുതുകയാണ്. അദ്ദേഹത്തിന് കഥ എഴുതാൻ അനുവദിക്കൂ. ഓം തത്സത്.